ടിൻ ഫ്ലെയിം ജേണിയിലെ എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം. ഞാനിന്നിവിടെ പങ്കുവയ്ക്കാൻ പോകുന്നത് ടിൻ ഫ്ലെയിം ജേണിയിലൂടെ കടന്നു പോകുമ്പോൾ ഡിവൈൻ ഫെമിനൻസിനുണ്ടാകുന്ന ബ്ലോക്കുകളും അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്കിന്നിലുണ്ടാകുന്ന പ്രോബ്ലംസിനെ കുറിച്ചുമാണ്. ടിൻ ഫ്ലെയിം യാത്രയിൽ ഹീലിംഗ് പ്രോസസ്സിലൂടെ മുന്നോട്ട് പോകുമ്പോൾ ഡിവൈൻ ഫെമിനൻസിന് പലതരത്തിലുള്ള സ്കിൻ പ്രോബ്ലംസ് അനുഭവപ്പെടാറുണ്ട്. ശരീരത്തിലെ വിഷാംശങ്ങൾ പുറന്തള്ളപ്പെടുന്നതിനാലും എനർജിയിലെ മാറ്റം മൂലം ചർമ്മങ്ങളിൽ അവിടെവിടെയായി ചൊറിച്ചിലുകൾ അനുഭവപ്പെടാറുണ്ട്. ഇതിന് ഹീലിംഗ് ടൈം എന്ന് പറയുന്നത്. സ്പിരിച്വൽ ജേണിയിൽ നമ്മുടെ പഴയ പാറ്റേണുകൾ, ട്രോമകൾ, നെഗറ്റീവ് എനർജികൾ എന്നിവ കോശങ്ങളിൽ നിന്നും പുറന്തള്ളപ്പെടുമ്പോൾ ശരീരം വളരെ സെൻസിറ്റീവായി മാറും. നമ്മുടെ ശരീരത്തിലെ മെറിഡിയൻസ് എനർജി ചാനൽസ് ക്ലിയർ ആകുമ്പോൾ അവിടെ തങ്ങി നിൽക്കുന്ന എനർജി പുറത്തേക്ക് വരുന്നു. അത് ചൊറിച്ചിലായി അനുഭവപ്പെടുന്നു. നമ്മുടെ ശരീരത്തിലെ ഫ്രീക്വൻസി ഉയരുമ്പോൾ ചർമ്മം ആ മാറ്റത്തോട് പ്രതികരിക്കുന്ന രീതിയാണിത്. ആഴത്തിലുള്ള കർമ്മബന്ധങ്ങൾ നമ്മളിൽ നിന്ന് വിട്ടുപോകുമ്പോൾ ശരീരം ഇത്തരം അസ്വസ്ഥതകളിലൂടെ പുറത്തുവിടുന്നു. മരുന്നുകൾക്കും അപ്പുറം എനർജി ബാലൻസ് ചെയ്യുക എന്നതാണ് പ്രധാനം. ഞാൻ എൻ്റെ അനുഭവം പറയാം. എനിക്ക് ഹാർട്ട് ചക്രയിലായിരുന്നു ബ്ലോക്ക് ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കൈത്തണ്ടയിലാണ് എനിക്ക് ചൊറിച്ചിൽ അനുഭവപ്പെട്ടത്. 2 കൈത്തണ്ടയിലും ചൊറിച്ചിൽ. അപ്പോൾ ഞാൻ ഡോക്ടറെ പോയി കണ്ടു. എന്നിട്ട് ഒരു കുറവും ഉണ്ടായിരുന്നില്ല. വേറെയും ഡോക്ടർമാരെ മാറി കണ്ടു. എന്നിട്ടും എനിക്ക് ഇതിന് ഒരു കുറവും തോന്നിയില്ല. കുറച്ച് നേരം കുറഞ്ഞിരിക്കും, 2 ദിവസം കഴിയുമ്പോൾ ആദ്യം അത് അതേപോലെ തന്നെ വന്നുകൊണ്ടിരുന്നു. ഇത് ഇടവിട്ട് വന്നുകൊണ്ടിരുന്നു. അന്നൊന്നും എനിക്ക് അറിയണ്ടായിരുന്നില്ല ഇത് ഹാർട്ട് ചക്ര ബ്ലോക്കിൻ്റെ ചൊറിച്ചിലാണ് വരുന്നത്, ഇത് ഹീൽ ചെയ്ത് കളയേണ്ടതാണെന്നൊന്നും എനിക്കറിഞ്ഞിരുന്നില്ല. അതിൽ ഒരുപാട് വിഷമം അനുഭവിച്ചിട്ടുണ്ട്. പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അത് ഹീൽ ചെയ്ത് കളയേണ്ടതാണ്, ഹാർട്ട് ചക്രയിലെ ബ്ലോക്കാണെന്ന്. പിന്നീട് ഞാൻ അത് ഹീൽ ചെയ്ത് ഒരു 7 ദിവസം അടുപ്പിച്ച് ഹീൽ ചെയ്തപ്പോൾ എൻ്റെ എല്ലാ അസുഖങ്ങളും മാറിപ്പോയി. കൈത്തണ്ടയിൽ ബ്ലോക്ക് വരുന്നതിൻ്റെ പ്രധാന കാരണം ശരീരത്തിലെ എനർജി ചാനൽസ് ഹൃദയത്തിൽ നിന്ന് തുടങ്ങി കൈത്തണ്ടയിലൂടെയാണ് വിരലുകളിലേക്ക് പോകുന്നത്. ഹാർട്ട് ചക്ര കെട്ടി നിൽക്കുന്ന പഴയ സങ്കടങ്ങൾ, ട്രോമാസ്, ബന്ധങ്ങളിലെ മുറിവുകൾ, അമിതമായ വികാരങ്ങൾ പുറത്തേക്ക് വരാൻ ശ്രമിക്കുമ്പോൾ അത് കൈത്തണ്ടകളിലെ ചെറിയ നാഡീവ്യൂഹങ്ങളെയാണ് ആദ്യം ബാധിക്കുന്നത്. അതുകൊണ്ട് അവിടെ ചൊറിച്ചിൽ, അസ്വസ്ഥത ഉണ്ടാകുന്നു. കൈത്തണ്ടയും ഹാർട്ട് ചക്രയും തമ്മിലുള്ള ബന്ധം. നമ്മുടെ കൈകളാണ് ലോകത്തിലേക്ക് എനർജി നൽകുന്നതും സ്വീകരിക്കുന്നതും സഹായിക്കുന്നത്. സ്നേഹം കൈമാറുമ്പോൾ ഉണ്ടാകുന്ന തടസ്സങ്ങൾ, നമ്മുടെ DMനോടുള്ള അമിതമായ അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അകൽച്ച, അത് ഹാർട്ട് ചക്രയിൽ വലിയ ബ്ലോക്ക് ഉണ്ടാക്കുന്നു. ഇത് കൈത്തണ്ടയിലൂടെ ചൊറിച്ചിലായി പ്രകടമാകുന്നു. സങ്കടം വരുമ്പോൾ പലരും അറിയാതെ കൈത്തണ്ടകൾ മുറുക്കി പിടിക്കാറുണ്ട്. ആ സമയം അവിടെ എനർജി ബ്ലോക്ക് ഉണ്ടാകുന്നു. എനർജി ബ്ലോക്ക് റിലീസ് ചെയ്യുമ്പോഴാണ് നമ്മുടെ കൈത്തണ്ടയിലെല്ലാം ചുവന്ന് തടിച്ച് ചൊറിച്ചിലായി മാറുന്നത്. ഹാർട്ട് ചക്ര ബ്ലോക്ക് മാറാൻ കൈത്തണ്ടയിൽ ചൊറിച്ചിൽ, അസ്വസ്ഥത വരുമ്പോൾ അത് ഹാർട്ട് ചക്ര ബ്ലോക്കാണെന്ന് തിരിച്ചറിഞ്ഞ് ഹീൽ ചെയ്യണം. നമ്മൾ ഹീൽ ചെയ്യേണ്ടത് എങ്ങനെയെന്നാൽ സ്വസ്ഥമായി ഒരത്തിലിരിക്കുക. ഒരു 2-3 ഡീപ്പ് ബ്രീത്ത് എടുത്ത് വിട്ടതിന് ശേഷം റിലാക്സ് ആയതിന് ശേഷം നമ്മുടെ 2 കൈകളും ഹാർട്ട് ചക്രയുടെ ഭാഗത്ത് അമർത്തി പിടിച്ച് മനസ്സിനോട് പറയുക: എൻ്റെ ഹൃദയത്തിൽ തങ്ങി നിൽക്കുന്ന എല്ലാ സങ്കടങ്ങളും ഇപ്പോൾ ഞാൻ വിട്ടയക്കുന്നു. എൻ്റെ ഹൃദയം സ്നേഹത്താൽ നിറയട്ടെ. ചൊറിച്ചിലുള്ള ഭാഗം മെല്ലെ തടവിക്കൊണ്ട് അവിടെ നമ്മുടെ ഹാർട്ട് ചക്രയിൽ നിന്നുള്ള പ്രകാശം, പിങ്ക് ഓർ പച്ച നിറത്തിലുള്ള പ്രകാശം ഒഴുകി ഇറങ്ങുന്നു എന്ന് സങ്കല്പിക്കുക. കുറച്ചു നേരം അങ്ങനെ തന്നെ ഫീൽ ചെയ്ത് റിലാക്സായി ഇരിക്കുക. പിന്നെ നമ്മുടെ ഹീലിംഗ് എങ്ങനെ വേഗത്തിലാക്കാം, മരുന്നുകൾക്കും അപ്പുറം ശരീരത്തിലെ എനർജി എങ്ങനെ ബാലൻസ് ചെയ്യാം. ഗ്രൗണ്ടിങ് ചെയ്യുക, ചെരുപ്പിടാതെ മണ്ണിൽ നടക്കുക, മരങ്ങളെ കെട്ടിപ്പിടിക്കുക, എന്നിട്ട് കണ്ണടച്ച് കുറച്ച് നേരം കെട്ടിപ്പിടിച്ച് നിൽക്കുക. അത് അമിതമായ ചൊറിച്ചിൽ കുറയാനായിട്ട് നമ്മളെ സഹായിക്കും. കല്ലുപ്പ് കലർത്തിയ വെള്ളത്തിൽ കുളിക്കുന്നതും ഒരു പരിധിവരെ ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കുന്ന കാര്യമാണ്. പിന്നെ നമുക്ക് ഏൽക്കാൻ പറ്റുന്ന ചൂട്, സൂര്യപ്രകാശം ശരീരത്തിലൊക്കെ ചൊറിച്ചിലുള്ള ഭാഗത്തേക്കൊക്കെ കൊള്ളിക്കാൻ നോക്കുക. അതും ചൊറിച്ചിൽ കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ എനർജി ക്ലെൻസിങ്, നിങ്ങളുടെ വീടിൻ്റെ പരിസരത്തുള്ള നെഗറ്റീവ് എനർജി, ചുറ്റുപാടിലുള്ള നെഗറ്റീവ് എനർജി കുറയ്ക്കുവാൻ ക്രിസ്റ്റൽസ് അല്ലെങ്കിൽ ചന്ദനത്തിരി ഉപയോഗിക്കുന്നത് നല്ലതാണ്. പിന്നെ നമ്മുടെ ശരീരത്തിനോട് തന്നെ സ്വയം സംസാരിക്കുക. നിങ്ങളുടെ ശരീരത്തിന് ഈ മാറ്റം ഉൾക്കൊള്ളാൻ ആവശ്യമായ ടൈം കൊടുക്കുക. ചൊറിച്ചിൽ അനുഭവപ്പെടുമ്പോൾ എൻ്റെ ശരീരം ഇപ്പോൾ ശുദ്ധീകരിക്കപ്പെടുകയാണ്, ഞാൻ ഇതിനെ സ്നേഹത്തോടെ സ്വീകരിക്കുന്നു എന്ന് മനസ്സിനോട് പറയുക. ഇത് നമ്മുടെ സ്ട്രെസ്സ് കുറയ്ക്കുവാനായി സഹായിക്കും. ഇത് ഹീലിംഗ് രീതികളാണ്. പക്ഷേ സഹിക്കാൻ പറ്റാത്ത ചൊറിച്ചിലെല്ലാം വരികയാണെങ്കിൽ ഒരു ഡോക്ടറെ സമീപിക്കുന്നത് ഉത്തമമായ മാർഗം. താങ്ക് യു.